കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. നടക്കാവ് കൌൺസിലർ അൽഫോൺസ മാത്യു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. ചാലപ്പുറം വാർഡ് CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാലപ്പുരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് M. അയ്യൂബ് ഉൾപ്പെടെ 12 പേർ രാജിക്കത്ത് സമർപ്പിച്ചു. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനകത്തുണ്ട്. സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പ്രതിഷേധിച്ച് രാജിവെക്കുന്നത്? ധന്യ, ഇന്ന് രാവിലെയാണ്, ഇന്ന് ഉച്ചയോടെ തന്നെ ഇതിന്റെ ഒരു പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തന്നെ ഇവിടെയുള്ള ഈ മത്സരിക്കുന്ന ആളുകളെ പ്രഖ്യാപിക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് കോൺഗ്രസ് പോയിരുന്നത്. അതിനിടയിലാണ് ഈ ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് M. അയ്യൂബ് അടക്കമുള്ളവർ DCC ഓഫീസിലേക്ക് എത്തുകയും അവിടെ നിന്ന് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇത്രയും നാൾ ചാലപ്പുറം കോൺഗ്രസ് മത്സരിച്ചിരുന്ന വാർഡായിരുന്നു. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് CMPക്ക് 2 സീറ്റ് നൽകിയതിൽ ഇത് 1 ചാലപ്പുറമായിരുന്നു. ഇവിടെ CMP മത്സരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിനെ ചൊല്ലിയാണ് കോൺഗ്രസ് M. അയ്യൂബ് അടക്കമുള്ളവർ ഇത്തരത്തിലൊരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോയത്. ഇവിടെ CMPക്ക് സീറ്റ് നൽകാനാവില്ല എന്ന തരത്തിലേക്കായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. M. അയ്യൂബ് അടക്കം 12 പേരാണ് രാജ്യഭീഷണി മുടക്കി എത്തിയത്. എന്തായാലും ഇന്ന് ഈ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ഈ DCC ഓഫീസിൽ ഉണ്ടായിരുന്ന സമയത്താണ് വലിയ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് അന്നയിപ്പിച്ച് ഇവരെ അകത്തേക്ക് കയറ്റിയെങ്കിലും ഇന്ന് രാത്രിക്കുള്ളിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, ഇതിലൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ രാത്രി ഇതിനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനം നടത്തും, പരസ്യമായി രാജി പ്രഖ്യാപിക്കും തുടങ്ങിയ അടക്കമുള്ള ഭീഷണിയുമായാണ് M. അയ്യൂബ് അടക്കമുള്ളവർ ഈ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ തന്നെ ഈ കൗൺസിലർ ആയിരുന്ന ഒരാൾ രാജി വെക്കുകയും ചെയ്തത്. അതായത് നടക്കാവ് കൗൺസിലർ ആയിരുന്ന അൽഫോൺസ മാത്യു ആണ് ഇതിനിടയ്ക്ക് രാജി സമർപ്പിക്കുകയും ചെയ്തത്. ഇവർ ആം ആദ്മിയിലേക്ക് മാറുന്നു എന്നാണ് പറഞ്ഞത്. ഇത് സീറ്റ് തർക്കത്തിന്റെ പേരിലല്ല എങ്കിൽ പോലും ഈ അഴിമതിയും മറ്റാരോപണങ്ങളും ഉന്നയിച്ചാണ് ഇവരും ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധത അറിയിച്ചത്. ഇത്തവണ കോൺഗ്രസ് വലിയ പ്രതീക്ഷകളോടെ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ, ഈ 45 വർഷത്തിന് ശേഷം ഈ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാമെന്നൊക്കെയുള്ള ധാരണയോടെയായിരുന്നു ഈ വളരെ മുന്നേ തന്നെ പ്രഖ്യാപനവും സീറ്റ് വിഭജനവും ഒക്കെ നടത്തി മുന്നോട്ട് പോരുന്നത്. ഇതിനൊരു തിരിച്ചടിയായാണ് ഇപ്പോൾ 2 ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതടക്കം കൗൺസിലർ അടക്കം മുന്നോട്ടൊരു രാജ്യസന്നദ്ധത അറിയിച്ചും രാജിവെച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ M. അയ്യൂബ് അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. ധന്യ.